ഓച്ചിറ ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കാട്ടുപന്നി ശല്യം വർദ്ധിക്കുന്നു. കാട്ടുപന്നികൾ കൃഷിയിടങ്ങൾ നശിപ്പിക്കുന്നത് പതിവാവുകയാണ്. മടത്തിൽ കരാഴ്മ, കൊച്ചമ്പള്ളി, വയനകം, ഞക്കനാൽ പ്രദേശങ്ങളിലാണ് പന്നിശല്യം രൂക്ഷമാകുന്നത്. കഴിഞ്ഞ ദിവസം മടത്തിൽ കരാഴ്മയിൽ കൃഷിയിടം പന്നിക്കൂട്ടം നശിപ്പിച്ചു. കഴിഞ്ഞ ദിവസം മടത്തിൽ കാരാഴ്മ വാഴപ്പള്ളി തെക്കതിൽ ഷിബുവിന്റെ കൃഷിയിടത്തിലാണ് പന്നികൾ ആക്രമണം നടത്തിയത്. ചീനി, ചേന, വാഴ എന്നിവ നശിപ്പിച്ചു. രാത്രികാലങ്ങളിൽ കൂട്ടമായി എത്തുന്ന പന്നികളാണ് കൃഷിയിടങ്ങൾ നശിപ്പിക്കുന്നത്. വ്യാപകമായി കൃഷി നശിപ്പിക്കുന്നതിനാൽ ലക്ഷങ്ങളുടെ നഷ്ടമാണ് കർഷകർക്കുണ്ടാകുന്നത്. പന്നിയെ പേടിച്ച് പലരും കൃഷി നിർത്തുന്ന സ്ഥിതിയാണ്. പന്നിശല്യത്തെക്കുറിച്ച് വനം വകുപ്പിനുൾപ്പെടെ നിരവധി പരാതികൾ നൽകിയിട്ടും ശാശ്വതമായ പരിഹാരം കാണാൻ അധികൃതർ ശ്രമിക്കുന്നില്ലെന്ന് പഞ്ചായത്ത് അംഗം മാളു സതീഷ് പറഞ്ഞു. ഓച്ചിറ ഗ്രാമപഞ്ചായത്തിന്റെ കിഴക്കൻ മേഖലകളിൽ, അതായത് മടത്തിക്കാരായ്മ, കൊറ്റമ്പള്ളി വാർഡുകളിലെല്ലാം കാട്ടുപന്നിയുടെ ശല്യം ഏറെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. 1-2 മാസങ്ങൾക്ക് മുമ്പ് ഇതുപോലെ കാട്ടുപന്നി കയറി ഒട്ടനവധി ആൾക്കാരുടെ കൃഷികളാണ് നശിപ്പിച്ചിരിക്കുന്നത്. നമുക്കറിയാം, ഇത് തൊട്ടടുത്ത് മാവണ്ണവടിക്ക് ആ വീട്ടിലെ കൃഷികൾ മൊത്തം നശിപ്പിച്ച് ഒട്ടനവധി ചീനിയും അതുപോലെ തന്നെ ചേന, ചേമ്പ്, കാച്ചിൽ എല്ലാ വസ്തുക്കളും അത് നശിപ്പിച്ച് ഇപ്പോൾ വാഴപ്പള്ളി കിഴക്കതിൽ ഷിബുവിൻ്റെ വീട്ടിൽ, ഷിബു കഷ്ടപ്പെട്ടുണ്ടാക്കിയ കൃഷിയിടമാണ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ ഒട്ടനവധി കൃഷികളാണ് ഉള്ളത്. ഇപ്പോൾ നശിപ്പിച്ചത് ചീനി, ചേന, വാഴ, അതുപോലെ മറ്റ് പച്ചക്കറികളായാലും എല്ലാം നശിപ്പിച്ച് അത് അവർക്ക് ഉപയോഗിക്കാത്ത രീതിയിലാക്കിയിട്ടേക്കുകയാണ്. നമ്മൾ നേരത്തെ തന്നെ ഇത് ഫോറസ്റ്റിനെ അറിയിക്കുകയും അവിടെ നിന്ന് യാതൊരു നടപടിയും നമുക്കുണ്ടായിട്ടില്ല. വ്യാപകമായി കൃഷി നശിക്കുമ്പോൾ കൃഷി ഉടമകൾക്ക് നഷ്ടപരിഹാരം നൽകണമെന്നും പന്നിയെ തുരത്താനുള്ള പുതിയ നിയമങ്ങൾ കൊണ്ടുവരണമെന്നുമാണ് കർഷകരുടെ ആവശ്യം. നേരത്തെയും പലരുടെയും കൃഷി നശിപ്പിക്കുകയും എൻ്റെ കൃഷി നശിപ്പിക്കുകയും ഇന്നലെ രാത്രിയിൽ വ്യാപകമായി എൻ്റെ കൃഷി നാശനഷ്ടങ്ങൾ വരുത്തുകയും ചെയ്തിട്ടുണ്ട്. ഇത് നിരന്തരം വന്നുകൊണ്ടിരിക്കുകയാണ്. കൂടാതെ ഇനി തുടരെ വന്നിട്ട് ആളുകൾക്കും ഭീഷണിയാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇതിൻ്റെ അധികാരിപ്പെട്ടുകളോ പഞ്ചായത്തോ സർക്കാരോ അല്ലെങ്കിൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റോ ഇതിന് വേണ്ട ഒരു നടപടി സ്വീകരിക്കണമെന്ന് ഉള്ള അപേക്ഷയാണ്. ഇല്ല എന്നുവരിൽ ഇതുകൊണ്ട് വളരെ ദുരന്തങ്ങൾ സംഭവിക്കാൻ സാധ്യതകളുണ്ട്. ന്യൂസ് ബ്യൂറോ, ഓച്ചിറ.